ഹലോ വെൽക്കം ടു ദ വീഡിയോ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ ലിറ്ററേച്ചർ ഇൻ ട്രാൻസ്ലേഷൻ എന്ന പേപ്പറാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 4ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ട്രാൻസ്ലേഷനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പാർട്ട് 1ൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് ഇന്ന് കടക്കുകയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പാർട്ട് 2 തീംസ്. സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. GN ദേവിയുടെ എസ്സേയുടെ സെക്കൻഡ് പാർട്ട്. In recent days, there has been a great deal of debate on the significance of the two words Indian and literature, though not always in a contiguous context, and certainly not on the same level of theoretical and political resonance. അപ്പോൾ ഈ രണ്ട് വാക്കുകളെ കുറിച്ചാണ് ഇവിടെ നമ്മൾ തുടങ്ങുന്നത്. മേജർ തീംസ് എന്ന ഈ ഒരു സെക്ഷനിൽ ഇന്ത്യൻ ആൻഡ് ലിറ്ററേച്ചർ, രണ്ട് വേർഡ്സ്, ഇന്ത്യൻ എന്ന വാക്കും ലിറ്ററേച്ചർ എന്ന വാക്കും, രണ്ടും വൈരുദ്ധ്യങ്ങൾ എന്ന രീതിയിലാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്ച്വലായ രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. രണ്ട് വാക്കുകളും ഈ രണ്ട് വാക്കുകളും ചർച്ചയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഇന്നവിറ്റബിളായ കോൺഫ്ലിക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതാണ് നോട്ട് ഓൾവേസ് ഇൻ എ കോണ്ടിഗ്വസ് കോണ്ടെക്സ്റ്റ്, സമീപസ്ഥമായ അടുത്തടുത്തിരിക്കുന്ന രീതിയിലല്ല, കോണ്ടിഗ്വസ് കോണ്ടെക്സ്റ്റ്, അതുപോലെ തന്നെ തിയററ്റിക്കൽ പൊളിറ്റിക്കൽ റെസൊനൻസ്, ഒരു സമത്വം അല്ലെങ്കിൽ സൗഹാർദ്ദം എന്ന രീതിയിലുമല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. Taken separately, neither Indian nor literature would elicit a uniform response even from a common reader. ഒരു സാധാരണ വായനക്കാരിൽ നിന്ന് പോലും ഒരു ഒറ്റ അഭിപ്രായം ഇന്ത്യൻ എന്ന വാക്കിനോ ലിറ്ററേച്ചർ എന്ന വാക്കിനോ ഉണ്ടാവുക ഇന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. While who or what is Indian has always remained a matter of contention among sections of the citizenry, especially in post-independence India. അതായത് ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഭാരതത്തിൽ ഇന്ത്യൻ എന്ന വാക്കിൻ്റെ ഡെഫിനിഷനെ ചൊല്ലി തർക്കം നിലനിൽക്കുന്നുണ്ടല്ലോ, ഇല്ലേ? ആരാണ് ഇന്ത്യൻ അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകുക എന്നൊക്കെയുള്ള ചർച്ചകൾ ഇവിടെ ധാരാളം രാഷ്ട്രീയ മേഖലയിലൊക്കെ ഉയർന്നു വന്നിട്ടുള്ളതാണ് പലപ്പോഴായിട്ട്. ഇന്ത്യൻ ആരാണ്, ഇന്ത്യക്കാരൻ ആരാണ്, ഹൂസ് എൻ ഇന്ത്യൻ, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, വിശ്വാസങ്ങൾ എന്തായിരിക്കണം, ചിന്താഗതി എന്തായിരിക്കണം. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പൗരന്മാരെ അവരെങ്ങനെയായിരിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആരാണ് ഇന്ത്യൻ എന്ന ചോദ്യങ്ങൾ എപ്പോഴും ഉയർന്നു വരാറുണ്ട്. അവ തർക്കങ്ങളിലാണ് അവസാനിക്കാറുള്ളതും. അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് റിയൽ ലിറ്ററേച്ചർ, എന്താണ് യഥാർത്ഥ സാഹിത്യം, has also been a matter of serious debate. പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം തന്നെയാണ് എന്താണ് സാഹിത്യം എന്നുള്ള ആ ഒരു ചോദ്യവും. എന്താണ് അല്ലെങ്കിൽ ആരാണ് ഒരു ഇന്ത്യൻ എന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ് എന്താണ് യഥാർത്ഥ സാഹിത്യം. More particularly in these turbulent times when the conflicting claims of a fragmented public on the society's cultural capital have proved to be a little too difficult to settle. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കോൺഫ്ലിക്റ്റ് നിറഞ്ഞ ഒരു ഫ്രാഗ്മെൻറ്റഡ് ആയ സൊസൈറ്റിയിൽ, ഛിന്ന ഭിന്നമായി കിടക്കുന്ന ഒരു സൊസൈറ്റിയിൽ, സമൂഹത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളായി സ്ഥിതി ചെയ്യുന്ന സൊസൈറ്റിയിൽ ഇത്തരം ചർച്ചകൾ, ഇത്തരം തർക്കങ്ങൾ സാന്ത്വനിപ്പിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്, ഒരുമയിലെത്താൻ പറ്റുന്നതിനപ്പുറമാണ് ഇത്തരം ചർച്ചകൾ അല്ലെങ്കിൽ തർക്കങ്ങൾ. The wrangles on the political and social fronts that the country witnessed after the events in post-Babri Ayodhya and post-Godhra Gujarat are pointers to the semantic difficulties associated with the word Indian. ഇന്ത്യൻ എന്ന വാക്കിൻ്റെ അർത്ഥതലങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് പോസ്റ്റ് ബാബ്രി ഇന്ത്യയിലും പോസ്റ്റ് ഗോദ്ര ഗുജറാത്തിൽ നടക്കുന്ന സംഭവമാണല്ലോ, ഗോദ്ര കൂട്ടക്കൊലയും അത്തരം ബന്ധപ്പെട്ട സംഭവങ്ങളും. ഇപ്പോൾ ബാബ്രി അതുപോലെ ഗോദ്ര സംഭവങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യയിൽ, ഇന്നത്തെ ഇന്ത്യയിൽ തീർച്ചയായും വലിയ തർക്കങ്ങൾ ഇന്ത്യൻ എന്ന വാക്കിൻ്റെ അർത്ഥവുമായി ബന്ധപ്പെട്ടുണ്ട്. സിമിലർലി അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ന്യൂലി പ്രൊലിഫറേറ്റിംഗ് ബോഡി ഓഫ് ദലിത് ആൻഡ് ഫീമെയിൽ റൈറ്റിംഗ്, ഇന്ന് കൂടുതലായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ദലിത് എഴുത്തുകൾ, സ്ത്രീപക്ഷ എഴുത്തുകൾ, appearing in almost all in the Indian languages today, is an uncertainty regarding its status as literature or perhaps as literature. ലിറ്ററേച്ചർ എന്ന ആ ഒരു പദത്തിൻ്റെ സ്റ്റാറ്റസിന് തന്നെ
വലിയ ചോദ്യം ചെയ്യലുകൾ നേരിടേണ്ടി വരുന്നു. ലിറ്ററേച്ചറാണോ രണ്ടും ഒരു വാക്ക് തന്നെയാണല്ലേ, പക്ഷേ രണ്ടിൻ്റെയും സ്പെല്ലിംഗ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒന്ന് സ്മോൾ എൽ ആണ്, മറ്റൊന്ന് ക്യാപിറ്റൽ എൽ ആണ്. അതായത് സാഹിത്യത്തിനെ ഒരു ഗ്രാൻഡ് സ്കീമായിട്ട് കാണണോ, ക്യാപിറ്റൽ എല്ല് കൊടുത്തതിനെ കാണണോ, അതായത് ഒരു മഹത്തരമായ പ്രക്രിയയായിട്ട് കാണണോ, ഒരു മെയിൻ സ്ട്രീം പ്രോസസ്സായിട്ട് കാണണോ, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എല്ല് കൊടുത്തുകൊണ്ട് അത്രയും മഹത്തരമല്ലാത്ത ഒരു പ്രക്രിയയായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഒരു ആയുധമായിട്ട് കാണണോ, എങ്ങനെ സാഹിത്യത്തെ അപ്രോച്ച് ചെയ്യണം, സാഹിത്യം എന്നാൽ എന്താണ്, ഇത്തരം ചോദ്യങ്ങളൊക്കെ തന്നെ ഇന്ന് ഉയർന്നു വരുന്നുണ്ട്. വാട്ട് ഈസ് ലിറ്ററേച്ചർ എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് ഇന്ത്യൻ എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ വാട്ട് ഈസ് ലിറ്ററേച്ചർ, വാട്ട് ഈസ് റിയൽ ലിറ്ററേച്ചർ എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ടു ലിങ്ക് ദ ടു ടേംസ് ആൻഡ് talk about a unified Indian literature in such a contested terrain would seem a little perverse. ഈ ഒരു തർക്ക വിധേയമായി കിടക്കുന്ന സ്പേസിൽ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന പദം ഉപയോഗിക്കുന്നത് തന്നെ അല്പം ഒരു മടിയുള്ള വിഷയമാണ്. അത് നമുക്ക് ചെയ്യാൻ മടുപ്പ് തോന്നുന്ന വിഷയമാണ്. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന പദം ഉപയോഗിക്കുക തന്നെ ഒരു പ്രശ്ന ബാധിത വിഷയം തന്നെയാണ്. More perverse is the attempt to elaborate a concept of Indian literature connected by a commonly shared sensibility. ഇതിലും കൂടുതൽ എന്താ പറയുക, നമ്മളെ ബാധിക്കുന്ന മറ്റൊരു വിഷയമാണ് ഇന്ത്യൻ ലിറ്ററേച്ചർ ഒരു കോമൺലി ഷെയർഡ് സെൻസിബിലിറ്റിയുടെ ഭാഗമായി ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുക. ഇന്ത്യൻ സാഹിത്യം എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു കോമൺ ചിന്താധാരയാണ്, പൊതു ചിന്താധാരയാണെന്ന് പറയുക അതിലും മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നതിലും മോശമാണ്. ഇന്ത്യൻ ലിറ്ററേച്ചർ ഒരു പൊതു ആശയധാരയുടെ പ്രകടനമാണ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ പൊതു ആശയധാര ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് GN ദേവി ഉദ്ദേശിക്കുന്നത്. ഇൻ ദ ഫാസ്റ്റ് ചേഞ്ചിങ് ഗ്ലോബൽ സിനാരിയോ ഓഫ് ഇക്കണോമിക് ലിബറലൈസേഷൻ ആൻഡ് കൾച്ചറൽ റീകോളനൈസേഷൻ, where artistic sensibility are expected to lose their regional flavors and merge into an international sensibility of global currency, such an attempt might lead to further problems. ഇന്നത്തെ ഒരു ഗ്ലോബലൈസേഷൻ്റെ കാലഘട്ടത്തിൽ ഒരു ഭാഗത്ത് ഇക്കണോമിക് ലിബറലൈസേഷൻ നടക്കുന്നു, കൾച്ചറൽ റീകോളനൈസേഷൻ സാമ്രാജ്യത്വവൽക്കരണം നടക്കുന്നു. മാർക്കറ്റ് സ്പേസിലൂടെ, മാർക്കറ്റ് ഫോഴ്സുകളിലൂടെ, ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ ഉണ്ടാവാം. ചിലപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. മാർക്കറ്റ് സ്പേസിലൂടെ ആയിരിക്കാം ഇത്, കലകളിലൂടെ. എന്നാൽ ഇത്തരം ഒരു കാലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആർട്ടിസ്റ്റിക് സെൻസിബിലിറ്റി, കലാബോധം ഒരു ഇൻ്റർനാഷണൽ ഫ്ലേവറിലേക്ക് ഉയരണം എന്നുള്ളതാണ്, ഇൻ്റർനാഷണൽ സെൻസിബിലിറ്റിയിലേക്ക് മാറ്റണം എന്നുള്ളതാണ്. എന്നാൽ റീജിയണൽ ആയിട്ടുള്ള പ്രാദേശികമായ അതിൻ്റെ ഫ്ലേവേഴ്സ്, അതിൻ്റെ രുചിഭേദങ്ങൾ, കളേഴ്സ് അവയൊക്കെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മേർജ് ചെയ്യണം എന്നതാണ്, കൂടിക്കലരണം എന്നുള്ളതാണ് ചിന്താഗതി ഇന്ന് കലയെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഗുരുതരമാവുകയുള്ളൂ എന്ന് GN ദേവി സൂചിപ്പിക്കുകയാണ്. ഒരു ഭാഗത്ത് ഇന്ത്യൻ അതുപോലെ ലിറ്ററേച്ചർ എന്നീ വാക്കുകൾ നിർവചിക്കാനുള്ള പ്രയാസം അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രണ്ട് വാക്കുകൾ ഒരുമിച്ച് പറയുമ്പോഴുള്ള ബുദ്ധിമുട്ട് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ഗ്ലോബലൈസ്ഡ് ലോകത്തിൽ കല എന്ന് പറയുമ്പോൾ അതിനൊരു ഇൻ്റർനാഷണൽ മുഖം വേണം എന്ന് ചിന്തിക്കുന്നിടത്തും ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന പദപ്രയോഗം പ്രോബ്ലമാറ്റിക് ആവുകയാണ് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. Alternatively, just as the advocates of liberalization and globalization nurse fond hopes of a strengthened Indian polity and economy to emerge from the present global climate, the proponents of cultural globalization to visualize reinforced Indian sensibility and Indian literature to come out of the present imbroglio. ഇന്ത്യയെക്കുറിച്ച് ഇന്നത്തെ കാലത്തുള്ള ഒരു പ്രതീക്ഷ ഇന്ത്യയിൽ നിന്ന് ശക്തമായൊരു സാമ്പത്തിക ശക്തിയായി ഇന്ത്യ ഉയർന്നു വരുമെന്നുള്ളതാണ് ഒന്നാമത്തെ പ്രതീക്ഷ. മറ്റൊന്ന്, ഇന്ത്യയിൽ നിന്ന് സാഹിത്യധാരയും ഇതുപോലെ തന്നെ ശക്തി പ്രാപിച്ചുയർന്നു വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു എന്താ പറയുക, കൂടിക്കലർന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിറഞ്ഞ, തർക്കങ്ങൾ നിറഞ്ഞ ഈ ഒരു സ്പേസിൽ നിന്ന് വലിയ അല്ലെങ്കിൽ പുതിയ ശക്തമായ ഒരു സാഹിത്യധാര ഉയർന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. But if we examine things a little more closely, we realize that unlike in the spheres of economy and polity, the warring supporters of global
and Indian sensibilities are not likely to remain at loggerheads with each other in the literary sphere. എന്നാൽ സാഹിത്യ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഈ ഗ്ലോബൽ സെൻസിബിലിറ്റിക്ക് വേണ്ടി വാദിക്കുന്നവരും ഗ്ലോബലൈസേഷൻ്റെ സപ്പോർട്ടേഴ്സും ഇന്ത്യനൈസേഷൻ്റെ സപ്പോർട്ടേഴ്സും പരസ്പരം തർക്കിക്കില്ല. അവരങ്ങനെ തർക്കത്തിൻ്റെ രണ്ട് തലങ്ങളിൽ അപ്പുറം ഇപ്പുറം ഓപ്പോസിറ്റ് ഫോഴ്സായിട്ട് നിൽക്കില്ല. അവർ നോർമലി രാഷ്ട്രീയത്തിൽ അവർ ഓപ്പോസിറ്റ് ആയിരിക്കും, പ്രാദേശികവാദികളും ഗ്ലോബലൈസേഷൻ്റെ സപ്പോർട്ടേഴ്സും. പക്ഷെ സാഹിത്യത്തിൻ്റെ മേഖലയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. This is primarily because there has been in vogue, at least since India came into contact with the European literary ideology, a strong perception that the literary experience is perhaps universal in significance. അതിൻ്റെ കാരണം തന്നെ ഇവിടെയുള്ള ഇന്ത്യൻ പ്രാദേശികവാദികൾ പോലും ഇതിന് തർക്കിക്കാത്തതിൻ്റെ കാരണം യൂറോപ്യൻ സാഹിത്യ ആദർശങ്ങളുമായിട്ട് കോണ്ടാക്ട് വന്ന കാലം മുതൽക്ക് എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് സാഹിത്യം യൂണിവേഴ്സലാണ്, സാഹിത്യത്തിന് ഗ്ലോബൽ ആയിട്ടുള്ള ഒരു അപ്പീലാണ് ഉള്ളത് എന്നുള്ളത്, അത് പ്രാദേശികമല്ല എന്നുള്ളത്. ഗൂത്തേഴ്സ് വെൽത്ത് ലിറ്ററേച്ചർ ആൻഡ് ടാഗോർസ് വിശ്വസാഹിത്യ, ബോത്ത് മീനിങ് വേൾഡ് ലിറ്ററേച്ചർ. ഈ വേൾഡ് ലിറ്ററേച്ചർ എന്നുള്ള കോൺസെപ്റ്റ്, ഗൂറ്റയുടെ കോൺസെപ്റ്റ് ഉണ്ട്, ജർമ്മൻ ഫിലോസഫർ പോയറ്റ്. അതുപോലെ ടാഗോറിൻ്റെ വിശ്വസാഹിത്യ, ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വേൾഡ് ലിറ്ററേച്ചർ എന്ന കോൺസെപ്റ്റാണ്. വേർ അറ്റംപ്റ്റ്സ് അറ്റ് തിയറൈസിങ്, ഇവിടെ സാഹിത്യത്തെ സൈദ്ധാന്തികവൽക്കരിക്കുകയാണ് ഇവർ രണ്ടുപേരും ചെയ്യുന്നത്. അവരുടെ സിദ്ധാന്തങ്ങൾ എന്താണെന്ന് വെച്ചാൽ സാഹിത്യം ഒരു ഗ്ലോബൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. ദിസ് പെർസെപ്ഷൻ, though the Eurocentric bias of the two concepts escaped the notice of the two visionaries in their own times. ഈ ആശയത്തിൻ്റെ യൂറോസെൻട്രിക്, യൂറോപ്പിനെ കേന്ദ്രമാക്കിയുള്ള പൊളിറ്റിക്സ് ഈ രണ്ടുപേരും, ഗൂത്ത ആയാലും ടാഗോർ ആയാലും മിസ് ഔട്ട് ആക്കി കളഞ്ഞു. അവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് ജി എൻ രവി പറയുന്നത്. അവരുടെ കാലഘട്ടത്തിൽ അവർക്ക് മനസ്സിലായിട്ടില്ല ഇതൊരു യൂറോസെൻട്രിക് അഫെയർ ആണ് എന്നുള്ളത്, എന്ത് വേൾഡ് ലിറ്ററേച്ചർ എന്ന കോൺസെപ്റ്റ്. അപ്പോൾ എന്താണ് ഇവിടെ അത് പറയാൻ കാരണം? അതായത് ഗ്ലോബലൈസേഷൻ്റെ സപ്പോർട്ടേഴ്സും നാഷണൽ ഐഡൻറ്റിറ്റിയുടെ സപ്പോർട്ടേഴ്സും പൊളിറ്റിക്സിൽ വരുമ്പോൾ എതിർക്കും, സൊസൈറ്റിയെക്കുറിച്ച് പറയുമ്പോൾ എതിർക്കും, രണ്ടുപേരും എതിർ ചേരികളിലായിരിക്കും. ഗ്ലോബലൈസേഷൻ്റെ സപ്പോർട്ടേഴ്സ് പറയും എല്ലാം ഇൻ്റർനാഷണലായിട്ട് ചിന്തിക്കണം, ഇൻ്റർനാഷണൽ ആവണം കാര്യങ്ങൾ. ദേശീയവാദികൾ പറയും അങ്ങനെ വേണ്ട, ഇന്ത്യയാണ് വലുത്, ഇന്ത്യക്കുള്ളിൽ കാര്യങ്ങൾ ചെയ്യണം, ഇന്ത്യയുടെ തനത് സംസ്കാരം നിലനിർത്തണം, ഇന്ത്യയുടെ തനത് കലകൾ നിലനിർത്തണം, ഇന്ത്യയുടെ തനത് വ്യവസ്ഥിതികൾ നിലനിർത്തണം, എക്സെട്ര. എന്നാൽ സാഹിത്യത്തിലേക്ക് വരുമ്പോൾ ഇവർ രണ്ടും ഒറ്റക്കെട്ടാണ്. എന്താണ്? സാഹിത്യം ഗ്ലോബലാണ്. സാഹിത്യത്തിന് അങ്ങനെ ഇന്ത്യൻനെസ് എന്നൊന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യൻ സ്വഭാവം എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഗ്ലോബലാണ്, എല്ലാവർക്കും വേണ്ടിയുള്ള, എല്ലാ നാടുകളിലെയും ഒന്നാണ് എന്ന രീതിയിലുള്ള അഭിപ്രായമാണ് അവർക്കുള്ളത്. ഇതിന് കാരണമായിട്ടുള്ള ഒരുപക്ഷെ വേൾഡ് ലിറ്ററേച്ചർ എന്ന കോൺസെപ്റ്റ് ആയിരിക്കാം എന്നാണ് പറയുന്നത്. അതൊരു യൂറോപ്യൻ കോൺസെപ്റ്റ് ആണെന്ന് ദേവി അഭിപ്രായപ്പെടുകയാണ്. അത് പ്രപ്പോസ് ചെയ്ത ഗൂത്ത, ടാഗോർ എന്നിവരുടെ, ടാഗോർ ഇന്ത്യക്കാരനാണ് എന്നാൽ പോലും അവരുടെ കാഴ്ചപ്പാടുകളുടെ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിൽ ഒളിഞ്ഞിരുന്ന യൂറോപ്യൻ ഐഡിയ അല്ലെങ്കിൽ ഐഡിയോളജി അവർക്ക് തന്നെ മനസ്സിലായിട്ടില്ല അന്ന് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്, ജി എൻ ദേവി സൂചിപ്പിക്കുന്നത്. The perception certainly was at the heart of ancient Sanskrit poetics as well, which obviously was one reason why the Europeans' view found immediate acceptability in the Oriental world in the era of modernity and colonization. ഈ ആശയം പഴയ സംസ്കൃത കൃതികളിലും ഉണ്ട്. അതുകൊണ്ടാണ് യൂറോപ്യൻ കാഴ്ചപ്പാടിനെ നമ്മൾ പ്രത്യേകം പെട്ടെന്ന് തന്നെ സ്വീകരിച്ചത്, ഈ ഒരു വേൾഡ് ലിറ്ററേച്ചർ എന്ന ആശയം. What all this suggests is that the cultural roots of Indian literature and Indian sensibilities should be constructed as running deeper and stronger than the roots of the corresponding tendencies in the socio-economic realm. ഇത് സൂചിപ്പിക്കുന്നത് എന്ത് എന്നാണ് ജി എൻ രവി പറയുന്നത്. അതായത് സാംസ്കാരികമായ വേരുകൾ, ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ സാംസ്കാരികമായ വേരുകൾ, അതുപോലെ ഇന്ത്യൻ സെൻസിബിലിറ്റി, ഇന്ത്യൻ മൂല്യങ്ങൾ, ഇന്ത്യൻ ചിന്താഗതികൾ, അവയെ നമ്മൾ നിർമ്മിക്കുമ്പോൾ അവയെ കൺസ്ട്രൂഡ് എന്നാണ്, ഷുഡ് ബി കൺസ്ട്രൂഡ്, ദേ ഷുഡ് ബി തോട്ട് ഓഫ്, അവയെക്കുറിച്ച് ചിന്തിക്കണം. എങ്ങനെ? റണ്ണിങ് ഡീപ്പർ ആൻഡ് സ്ട്രോങ്ങർ, ആഴത്തിലും ശക്തമായും, ദാൻ ദ റൂട്ട്സ് ഓഫ് ദ കറസ്പോണ്ടിങ് ടെൻഡൻസീസ് ഇൻ സോഷ്യോ ഇക്കണോമിക് റയൽം, സാമൂഹിക സാമ്പത്തിക മേഖലയിലുള്ള നമ്മുടെ ചിന്താഗതികളെക്കാൾ ആഴത്തിലാണ്, വേരുകളുള്ളതാണ്, ആഴത്തിൽ വേരോട്ടമുള്ള, ശക്തമായ വേരോട്ടമുള്ള ഒരു മേഖലയാണ് സാഹിത്യമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ലോക സാഹിത്യം എന്ന ആശയം പഴയ ആൻഷ്യന്റ് സാൻസ്ക്രിറ്റ്
കൃതികളിലും കാണുന്നുണ്ട് എന്ന് GNV അഭിപ്രായപ്പെടുകയാണ്. ഇത് പുതിയതല്ല, നമ്മളെ സംബന്ധിച്ച് ഇത് പുതിയതല്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് സാഹിത്യത്തിൻ്റെ ഈ ഇത്തരത്തിലുള്ള സാഹിത്യ മണ്ഡലത്തിലുള്ള ചിന്തകൾ യൂറോപ്യൻ ചിന്തകളുടെ പോലെ തന്നെ യൂറോപ്യൻ ചിന്തകളുടെ സമാനമായ ചരിത്ര കാലഘട്ടത്തിൽ ഉൾപ്പെടുന്നവയാണെന്ന് ചിന്തിക്കാൻ പറ്റില്ല. അവയേക്കാൾ മുൻപുണ്ടായതാണ് ഇന്ത്യൻ ചിന്താഗതികൾ എന്ന അർത്ഥത്തിലേക്കാണ് GNV ഇവിടെ വിരൽ ചൂണ്ടുന്നത്. യൂറോപ്യൻ സാഹിത്യ ആദർശങ്ങളുടെ അല്ലെങ്കിൽ ആശയങ്ങളുടെ കാലയളവിനേക്കാൾ കൂടുതൽ പഴയതും വിശാലവും ആഴപ്പെട്ടതുമൊക്കെയാണ് ഇന്ത്യൻ സാഹിത്യ മണ്ഡലത്തിലെ ചിന്തകൾ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. അതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നതെന്ന് അദ്ദേഹം പറയുന്നത്. വി ആർ ഗ്രാപ്ലിംഗ് ഹിയർ വിത്ത് ദ ക്വസ്റ്റ്യൻ ഓഫ് നോളജ് ഫോർമേഷൻ ആൻഡ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഇറ്റ് ഇസ് വർത്ത് വൈൽ ടു റിമെമ്പർ ദാറ്റ് knowledge is not a neutral category that gets circulated in a society in an unmediated way. ഇവിടെ സൊസൈറ്റിയിൽ നോളജ് എങ്ങനെയാണ് സർക്യുലേറ്റ് ചെയ്യുന്നത്, വ്യാപിക്കുന്നത്? നമ്മളിവിടെ നോളജ് ഫോർമേഷൻ്റെ കാര്യമാണ് ചർച്ച ചെയ്യുന്നതെന്ന് GNV സൂചിപ്പിക്കുകയാണ്. നോളജ് ഫോർമേഷൻ നമ്മൾ ചർച്ച ചെയ്തത് സാഹിത്യം എന്താണ്, സാഹിത്യം, ലോക സാഹിത്യവും പ്രാദേശിക സാഹിത്യവും അതിൻ്റെ ചരിത്രം എവിടെ തുടങ്ങുന്നു എന്നൊക്കെയല്ലേ ഇപ്പം പറഞ്ഞത്. അപ്പോൾ ഇത് നോളജ് ഫോർമേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അറിവ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ് ആക്ച്വലി ഇത് പറഞ്ഞു വെക്കുന്നത്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഈ യൂറോപ്യൻ കോൺസെപ്റ്റായ വേൾഡ് ലിറ്ററേച്ചർ യൂറോപ്പിൽ നിന്ന് വന്ന് യൂറോ സെൻട്രിക് ആണ് എന്നതാണ്. എന്നാൽ അതിനപ്പുറം ഒരു ഇന്ത്യൻ ഒറിജിൻ ഈ വാക്കിനൊക്കെ ഉണ്ട്. ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ഐഡിയോളജി കാണാൻ സാധിക്കും. അപ്പം അറിവ്, ഇന്ന് നമ്മുടെ മുമ്പിലെത്തുന്ന അറിവ് പലപ്പോഴും ഡിസ്റ്റോർട്ടഡ് ആണ്. യഥാർത്ഥ അറിവ് നമ്മളിലേക്ക് എത്തുന്നില്ല. യഥാർത്ഥ ചരിത്ര സത്യങ്ങൾ നമ്മൾ വിസ്മരിക്കുന്നു. അപ്പം നോളജ് ഫോർമേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആൻഡ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഇറ്റ് ഇസ് വർത്ത് വൈൽ ടു റിമെമ്പർ ദാറ്റ് നോളജ് ഇസ് നോട്ട് എ ന്യൂട്രൽ കാറ്റഗറി. ന്യൂട്രൽ അല്ല നോളജ് എന്ന് ഇവിടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ന്യൂട്രൽ ആയിട്ടുള്ളൊരു സാധനവും അതിങ്ങനെ സൊസൈറ്റിയിലൊക്കെ വ്യാപിക്കുന്നു, അങ്ങനെയല്ല. അൺമീഡിയേറ്റഡ് വേയിൽ, അതായത് ആരുടെയും സ്വാധീനമില്ലാതെ സമൂഹത്തിൽ പരക്കുന്ന ഒന്നാണ് നോളജ് എന്ന് ചിന്തിക്കാൻ പറ്റില്ല. അത് തെറ്റാണ്. ഇൻഫാക്ട് certain segments of society decide what is to be counted as knowledge in given moments of social development. സമൂഹത്തിൽ തന്നെ ചില ഗ്രൂപ്പുകളുണ്ട് എന്താണ് യഥാർത്ഥ അറിവ് എന്ന് തീരുമാനിക്കുന്നവർ. അവരാണ് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇന്നതാണ് ശരിയെന്ന് തീരുമാനിക്കുന്നത്. If knowledge in India, with its long history of the imperial rule, continues to be tainted by colonial ideology even decades after independence, it only proves Gramsci's thesis that material presence is not essential for the exercise of cultural leadership by a dominant group over an underprivileged group. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇത്ര നാളുകൾ കഴിഞ്ഞിട്ടും വൈദേശിക ശക്തികളുടെ അല്ലെങ്കിൽ ബ്രിട്ടന്റെ സ്വാധീനം നമ്മുടെ അറിവിൻ്റെ മണ്ഡലത്തെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, ബ്രിട്ടീഷ് സിലബസ്, ബ്രിട്ടീഷ് കരിക്കുലം, ബ്രിട്ടീഷ് ഐഡിയോളജി വിദ്യാഭ്യാസത്തിലും മറ്റുള്ള മേഖലയിൽ നമ്മൾ പിന്തുടരുന്നുണ്ട്, നിയമവ്യവസ്ഥയിൽ നമ്മൾ പിന്തുടരുന്നുണ്ടെങ്കിൽ അത് ഗ്രാംഷിയുടെ പോയിന്റ് ശരിവെക്കുന്നതാണെന്ന് ദേവി പറയുകയാണ്. എന്താ ഗ്രാംഷിയുടെ പോയിന്റ്? മെറ്റീരിയലായ അല്ലെങ്കിൽ ഭൗതികമായ സാന്നിധ്യം, പ്രസൻസ് ആവശ്യമില്ല കൾച്ചറൽ ലീഡർഷിപ്പ് നടപ്പിൽ വരുത്താൻ വേണ്ടി. സാംസ്കാരികമായ ആധിപത്യത്തിനു വേണ്ടി ഭൗതികമായ പ്രസൻസ് ആവശ്യമില്ല. ബ്രിട്ടീഷുകാർക്ക് നമ്മളെ ഭരിക്കാൻ, വൈദേശിക ശക്തികൾക്ക് നമ്മളെ ഭരിക്കാൻ നമ്മുടെ നാട്ടിൽ വന്ന് അവരുടെ ഭരണകൂടമൊന്നും സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. സാംസ്കാരികമായി തന്നെ നമ്മളെ ഭരിക്കാൻ സാധിക്കും. അതെങ്ങനെയാണ്? ഐഡിയാസിലൂടെ, കൾച്ചറൽ ഐഡിയ, നമ്മൾ സോഫ്റ്റ് പവർ എന്ന് പറയും അതിനെ, കൾച്ചറൽ ഐഡിയാസിലൂടെ. ഇംപീരിയലിസം മസ്റ്റ് ഹാവ് കം ടു ആൻ എൻഡ് ബട്ട് നോട്ട് ദി എംപയർ. സാമ്രാജ്യത്വം അവസാനിച്ചിട്ടുണ്ടാവാം, പക്ഷേ സാമ്രാജ്യം അവസാനിച്ചിട്ടില്ല. ആസ് മൈക്കൽ ഹാർട്ട്, ആന്റോണിയോ നെഗ്രി റീസെൻ്റ്ലി പ്രൊക്ലെയിംഡ്. മൈക്കൽ ഹാർട്ടും ആന്റോണിയോ നെഗ്രിയുമാണ് ഇത് പറഞ്ഞത് വളരെ അടുത്ത കാലത്ത്. ദിസ് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ദ തിയററ്റിക്കൽ distinction they want to be maintained between the two concepts as the lineaments of the decentered and deterritorialized cultural empire evolving in India today does not seem to be far removed from the global scenario appearing in their cartography. ഇത് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്ന സാംസ്കാരികമായ ചില പ്രത്യേകതകൾ, ഒരു എന്താ പറയുക, തനത് സംസ്കാരത്തിൽ നിന്ന് ഇന്ത്യ മാറിപ്പോകുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ ആ ടോളറൻസ് ഇല്ലാതാവുക,
ഇതൊക്കെ തന്നെ ഇവരുടെ ഈ മൈക്കൽ ഹാർട്ടിൻ്റെയും നെഗ്രിയുടെയും ആശയങ്ങളുടെ ഒരു ഒരു എന്താണ് പ്രായോഗികമായ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലിറ്റററി സ്കോളേഴ്സ് ഇൻ ഇന്ത്യ then will have to be self-critical about colonialism's impact on their own cultural response that leads to the building up of a new empire. ഇന്ത്യൻ ക്രിട്ടിക്സ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ത്യൻ സ്കോളേഴ്സ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എങ്ങനെയാണ് വൈദേശിക സ്വാധീനം ഇന്നും നമ്മുടെ സംസ്കാരങ്ങളെ സ്വാധീനിക്കുന്നത്. ദിസ് വിൽ ഓൾസോ മേക്ക് ഇറ്റ് ഇംപറേറ്റീവ് ഫോർ ദം അറ്റ് ദിസ് ജങ്ക്ചർ ഇൻ ടൈം, ദാറ്റ് ഇസ് after more than 5 decades of independence and 500 years of colonial and imperial rule, to think concepts like Indianness, Indian sensibility, etc. Indianness, Indian sensibility എന്നൊക്കെയുള്ള തോട്ട്സ്, കോൺസെപ്റ്റ്സ്, ആശയങ്ങൾ അവയെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യൻ സ്കോളേഴ്സ്, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലത്ത്. കൊളോണിയൽ ഭരണത്തിന് 500 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് നമ്മളിത് ചിന്തിക്കേണ്ടത്. സ്വാതന്ത്ര്യത്തിന് നിരവധി ദശകങ്ങൾക്ക് ശേഷം ഇന്നും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് വൈദേശിക ശക്തികളുടെ ആശയങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നീ കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, ലിറ്റിൽ മോർ ക്ലോസ്ലി ആൻഡ് ക്രിട്ടിക്കലി than has been done before, so that they might uncover the complicity of these concepts with the ideology of colonialism, Indianness, അതുപോലെ തന്നെ ഇന്ത്യൻ ലിറ്ററേച്ചർ, അങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റ്സിനെ ഇന്ന് നിരൂപണാത്മകമായിട്ട് വിമർശനാത്മകമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ കോൺസെപ്റ്റ്സ് ഒക്കെ തന്നെ കൊളോണിയലിസത്തിൻ്റെ ആദർശങ്ങൾ അല്ലെങ്കിൽ ഐഡിയോളജി ആശയവുമായിട്ട് കംപ്ലിസിറ്റാണ്, ഒത്തുപോകുന്നവയാണ് ഇന്ന് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻനെസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളിന്ന് രാഷ്ട്രീയമായി അതിനെ ഉപയോഗിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഇവയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ തന്നെ നമ്മൾ നല്ല ഉദ്ദേശം വെച്ചിട്ടാണോ പറയുന്നത്, നമ്മുടെ ഉദ്ദേശങ്ങൾ ഏത് തരത്തിലാണ് സ്വാധീനിക്കപ്പെടുന്നത്, നമ്മളെ സ്വാധീനിച്ച, നമ്മളെ ഭരിച്ച കൊളോണിയൽ ഭരണകൂടത്തിൻ്റെ ആദർശങ്ങളെ നമ്മൾ ഉപയോഗിക്കുകയാണോ, ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ജി എൻ ദേവി അഭിപ്രായപ്പെടുന്നത്. അതായത് നമ്മൾ തദ്ദേശീയമായി ചിന്തിക്കുന്ന കാര്യങ്ങളെന്ന് വിശ്വസിക്കുന്ന ഇന്ത്യൻനെസ്, ആരാണ് ഇന്ത്യൻ, അതിന് നമ്മൾ എടുക്കുന്ന ചില ഇൻടോളറൻ്റായ സമീപനങ്ങൾ, ടോളറൻസ് ഇല്ലാത്ത ചില സഹിഷ്ണുതയില്ലാത്ത സമീപനങ്ങൾ, ഇതൊക്കെ തന്നെ കൊളോണിയലിസത്തിൻ്റെ ബാക്കിപത്രങ്ങളാണ്, സാമ്രാജ്യത്വത്തിൻ്റെ ബാക്കിപത്രങ്ങളാണ്. ഇതൊക്കെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം എന്താണ്, സാമ്രാജ്യത്വം നമ്മുടെ നാട്ടിൽ അവശേഷിപ്പിച്ച ബാക്കിപത്രങ്ങളാണ്. ഡിവൈഡ് ആൻഡ് റൂൾ, ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഏറ്റവും നീചമായ രാഷ്ട്രീയത്തിൻ്റെ ഉദാഹരണമാണ്. ഭിന്നിപ്പിക്കുക, ഭരിക്കുക. ഇന്നും നമ്മൾ ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഉപയോഗിക്കുമ്പോൾ, ഇന്ത്യൻനെസ് എന്ന വാക്കിനെ ദുരുപയോഗം ചെയ്യുമ്പോൾ, ഇന്ത്യൻ സാഹിത്യം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാദേശികതയെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിന് പകരമായിട്ട് ചിലതിനെ മാത്രം നല്ലതെന്ന് പറയുമ്പോൾ, ചില പ്രത്യേക വിഷയങ്ങൾ മാത്രം അത്യുദാത്തമെന്ന് നിന്ന് പുകഴ്ത്തപ്പെടുമ്പോൾ, ചില രാഷ്ട്രീയത്തെ മാത്രം നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ, എല്ലാ അക്കാഡമി അവാർഡുകളും അതാത് ഭരണകൂടങ്ങൾ ഭരിക്കുന്ന അവരുടെ ഐഡിയോളജിക്ക് മാത്രം കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും നൽകപ്പെടുമ്പോൾ, നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു പുതിയ തരം കൊളോണിയൽ മാനസികാവസ്ഥയാണ്. ഇത് നമ്മൾ തിരിച്ചറിയണമെന്നാണ് ജി എൻ ദേവി അഭിപ്രായപ്പെടുന്നത്. ഭാരതത്തിൻ്റെ സഹിഷ്ണുത നാനാത്വത്തിൽ ഏകത്വമാണ്. ആ നാനാവിധത്തിലുള്ള ജനതയെ സ്വീകരിക്കാനുള്ള ഭാരതത്തിൻ്റെ ഒരു ആൻഷ്യൻ്റായ ഗ്ലോബലൈസ്ഡ് പാരമ്പര്യമുണ്ട്. പഴയ കാലത്ത് ഏറ്റവും ആദ്യത്തെ ഉദാത്തമായൊരു ഗ്ലോബലൈസ്ഡ് പാരമ്പര്യം, സത്യത്തെ അറിയാനുള്ള സത്യാന്വേഷികളുടെ ഭാരതം. ആ ഭാരതത്തിനെ കുറിച്ചാണ് ജി എൻ ദേവി ഇവിടെ ചിന്തിക്കുന്നത്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇതാണ്, ഒരു റീകോളനൈസേഷൻ. വീണ്ടും നമ്മളൊക്കെ കോളനൈസ് ചെയ്യപ്പെടുകയാണ്, വെറുപ്പിൻ്റെ രാഷ്ട്രീയം കൊണ്ട് നമ്മളെ കോളനൈസ് ചെയ്യുകയാണ് ഇന്നത്തെ കാലത്ത്. അപ്പം നമ്മൾ ഇന്ത്യക്കാരെന്ന, ഇന്ത്യൻ സ്കോളേഴ്സ് എന്ന നിലയിൽ, സ്റ്റുഡൻസ് എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കണമെന്നാണ് ജി എൻ ദേവി അഭിപ്രായപ്പെടുന്നത്. ഇത്തരം വാക്കുകളൊന്നും ഇന്നസെൻ്റ് ആയിട്ടുള്ള വേർഡ്സ് അല്ല. ഈവൻ അറിവ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും അറിവ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ എത്തുന്നത് പലപ്പോഴും പല മാധ്യമങ്ങളും വളച്ചൊടിച്ച അറിവാണ്. ശരിയായ അറിവല്ല, യഥാർത്ഥ അറിവല്ല. അൺമീഡിയേറ്റഡ് ആണ് അറിവ്, നോളജ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് എന്നാണ് ജി എൻ ദേവി ഇവിടെ ലാസ്റ്റ് ഈ ഒരു സെക്ഷനിൽ സൂചിപ്പിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാണ്, ടിപ്പു സുൽത്താൻ എന്ന ഭരണാധികാരിയെക്കുറിച്ചുള്ള ഒരു ലേറ്റസ്റ്റ് ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എഴുത്തുകാരനുമായിട്ടുള്ള ഇൻ്റർവ്യൂ.
അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ വളരെ ഗവേഷണങ്ങൾക്കൊക്കെ ശേഷം എഴുതിയതെന്ന് അവകാശപ്പെടുന്ന പുസ്തകത്തിൻ്റെ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ളൊരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ചെറിയൊരു സെക്ഷനാണ് ഞാൻ കണ്ടത്. നമുക്ക് യൂട്യൂബിൽ അത് സെർച്ച് ചെയ്താൽ കിട്ടും. ഈ ഇൻ്റർവ്യൂവിൽ അതിൻ്റെ എഴുത്തുകാരനോട് നിരവധി ചോദ്യങ്ങൾ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്. ചില ചോദ്യങ്ങൾക്ക് എഴുത്തുകാരൻ വളരെയധികം ബയാസ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങൾ പറയുക. വീണ്ടും ഇൻ്റർവ്യൂവർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഈ എഴുത്തുകാരൻ അതിൽ നിന്ന് വളരെ സമർത്ഥമായിട്ട് ഒഴിഞ്ഞു മാറുന്ന രീതി കാണുകയാണ്. അതായത് അദ്ദേഹം അറിവെന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന പല കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രജുഡിസാണ്. അതിനപ്പുറത്തേക്ക് അതിന് വാല്യൂ ഇല്ല എന്ന് മനസ്സിലാക്കുക. അതായത് അദ്ദേഹം ഒരു സ്കോളർ എന്ന പ്രിറ്റൻഷനാണ് അദ്ദേഹം ഇരിക്കുന്നതെന്ന് വ്യക്തമാണ് അതിൽ നിന്ന്. സോ ചരിത്രത്തെ അല്ലെങ്കിൽ അതൊരു ഉദാഹരണം മാത്രമാണ് ചരിത്രം. നോളജ്, നമ്മൾ അറിവെന്ന് വിളിക്കുന്ന കാര്യങ്ങളൊന്നും ഇന്ന് അൺബയാസ്ഡ് അല്ലെന്നുള്ളത് ഓർക്കണം. അതിനെ വരികൾക്കിടയിലൂടെ വായിക്കുകയും നിരൂപണാത്മകമായി ചിന്തിക്കുകയും അനലൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കൂ എന്ന് ജീവൻ ദേവി നമ്മളെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഇവിടെയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ക്ലാസ് കണ്ടല്ലോ എല്ലാവരും. ക്ലാസ് മനസ്സിലായി എന്ന് കരുതുകയാണ്. നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ, അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ ഇന്ത്യൻ എന്ന കോൺസെപ്റ്റ്, അതുപോലെ തന്നെ ലിറ്ററേച്ചർ എന്നുള്ള കോൺസെപ്റ്റ് എത്രത്തോളമാണ് തർക്കങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നതെന്ന് ജി എൻ ദേവി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ക്ലാസ് നിങ്ങൾ വാച്ച് ചെയ്ത് ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക, പ്രധാനപ്പെട്ട പോയിന്റ്സ് എഴുതിയെടുക്കുക. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് പാർട്ട് ചർച്ച ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ പേപ്പറിൻ്റെ ഈ ബ്ലോക്കിൻ്റെ മറ്റ് വീഡിയോസ് നിങ്ങൾ കാണുക. ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ കാണാത്തവരത് കാണുക. അതുപോലെ പഠനത്തിന് ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള റീഡിങ് ഡിഫിക്കൽട്ടീസ് ഉള്ളവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. നന്നായി വായിക്കുക. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി വീഡിയോ കണ്ട് പോയിന്റ്സ് നോട്ട് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. Bye-bye.